മാതാപിതാക്കളെ, സിസ്റ്റർ, അതുപോലെ തന്നെ യുവന സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, ഭാവിയിൽ നമ്മുടെ ഈ കാരണന്മാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഇടവയുടെ കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, സഭയുടെ കാര്യങ്ങൾ ഒക്കെ നിർവഹിക്കേണ്ടവരാണ് നമ്മുടെ യുവാക്കൾ. പൊതുവിലൊക്കെ നമ്മുടെ വീടുകളിൽ മക്കളുടെ എണ്ണം കുറവാണ് എന്നുള്ള വസ്തുതയാണ്. ഭാഗ്യത്തിന് നമ്മുടെ ഇടവയിൽ കുറച്ചൊക്കെ യുവജനങ്ങൾ നമ്മുടെ അടുത്തൊക്കെ ഉണ്ട്. വിദേശത്തേക്ക് കടന്നു കളയാനായിട്ട് ശ്രമിക്കുന്നില്ല. നാട്ടിൽ തന്നെ പണിയെടുത്ത് ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു കണക്കിന് നല്ലതാണ്. എങ്കിലും നമുക്കറിയാമല്ലോ, നമ്മുടെ സാധ്യതകൾ വിശാലമാണ്. നീലാകാശം പോലെ വിസ്തൃതമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളും. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് പതിവില്ലാതെ ഈ ചിത്രശലഭങ്ങൾ അങ്ങനെ ചുറ്റും കൂടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, എന്നെ കണ്ടിട്ടൊന്നാണോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒത്തിരി ഉണ്ട്. എല്ലാവരും വിശാലമാണ്. നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതിയ ലോകമുണ്ട്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പം നമ്മുടെ ഇടവിലെ എല്ലാ യുവാക്കളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ജീവിതത്തേക്ക് നന്നായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കൊടി ഉയർത്തി നമ്മൾ ആരംഭിക്കുകയും തുടർന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി വലിയൊരു നല്ല പ്രാർത്ഥനയുണ്ട്. അത് വീടുകളിൽ എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. അത് ഒരാൾ ചൊല്ലും, മറ്റൊരു ശ്രദ്ധിച്ചോടെ നിന്നാൽ മതി. അതിനുശേഷം പ്രതിജ്ഞ ചൊല്ലിത്തരും, അത് നമുക്ക് ഏറ്റവും ചൊല്ലാം. അതിനുശേഷം നമ്മൾ ആനന്ദത്തോടു കൂടിയാണ് ഇവിടുത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. ഇവിടെ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി ഞാൻ ഈ കൊടി കൃത്യമായിട്ട് ഉയർത്തുന്നു. കൈയടിക്കാം അല്ലേ? അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. മാറേണ്ടവയെ മാറ്റുവാനുള്ള ധൈര്യവും, മാറ്റപ്പെടാത്തവയോട് പൊരുത്തപ്പെടുവാനുള്ള വിവേകവും, ഇവ വിവേചിച്ചറിയുവാനുള്ള വിജ്ഞാനവും എനിക്ക് നീ തരയണമേ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുവാനും എനിക്ക് ഇടയാക്കണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങളോട് ക്ഷമിക്കുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവനിലേക്ക് ജനിക്കുന്നത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രസ്ഥാനമായ മലങ്കര കാത്തോലിക് യൂത്ത് മൂവ്മെന്റിൽ അംഗമായിരിക്കുന്ന ഞാൻ ദൈവമായ യേശുക്രിസ്തുവിൽ ആവിഷ്കൃതമായ രക്ഷാകര പദ്ധതിയിലും തിരുസഭയിലും വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ മാർ തോമസ് ലീഹായാൽ രൂപീകൃതമായ മലങ്കര സഭയുടെ അപ്പോസ്തലിക പൈതൃകത്തിലും ആർഷഭാരതത്തിന്റെ സവിശേഷമായ സാംസ്കാരിക ആഭിമുഖ്യങ്ങളിലും ആഗോള കത്തോലിക്ക സഭയുടെ നന്മയിലും ആധ്യാത്മിക പാരമ്പര്യങ്ങളിലും ഞാൻ അഭിമാനിക്കുന്നു. MCOMന്റെ പ്രഖ്യാപിത ഭരണഘടനയ്ക്കു വിധേയമായ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ദൗത്യമായ ശ്രമങ്ങളുടെ ഫലപ്രാപ്തിക്കും പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യപ്രാപ്തിക്കും വേണ്ടി നിരന്തരം പ്രയത്നിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പ്രതിജ്ഞ നിറവേറ്റുവാൻ പരിശുദ്ധ കന്യാമറിയാമും MCOMന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും സഹായിക്കട്ടെ. നുരയും നൂതന യുവജന ശക്തി തരംഗം, കരളിൽ ക്രൈസ്തവ ധർമ്മം, ലക്ഷ്യം മാനവ വിമോചനം. നുരയും നൂതന യുവജന ശക്തി തരംഗം, കരളിൽ ക്രൈസ്തവ ധർമ്മം, ലക്ഷ്യം മാനവ വിമോചനം. MCYM മണിയണി ചേർന്നിടാം, വിജ്ഞാനത്തിൻ അലകൾ ഉയർത്തി ഒന്നായി പാടിയിടാം. സ്വാർത്ഥരം നമ്മൊളിപ്പിക്കും, സമൃദ്ധിയെ മോചിപ്പിക്കും, സതിത ചുണ്ടിലെ പാട്ടുണർത്താൻ നീതി പ്രവാചകരായിടാം. അറിവുണർത്തും പ്രാർത്ഥനയാൽ ആത്മധൈര്യം നേടിയിടാം, അറിവുണർത്തും പ്രാർത്ഥനയാൽ ആത്മധൈര്യം നേടിയിടാം. സിരകളിൽ വീര്യം നുരയും നൂതന യുവജന ശക്തി തരംഗം, കരളിൽ ക്രൈസ്തവ ധർമ്മം, ലക്ഷ്യം മാനവ വിമോചനം. MCYM മണിയണി ചേർന്നിടാം, അഭിമാനത്തിൻ അലകൾ ഉയർത്തി ഒന്നായി പാടിയിടാം. MCYM.